ഒരു ഉമ്മ ആയില്ല എങ്കിൽ ഭർത്താവ് പ്രവാചകനായാൽ പോലും മക്കളെ പിടുത്തത്തിൽ കിട്ടുകയില്ല എന്ന ഉദാഹരണമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. ഒന്നുകൂടി പറയാം, ഭർത്താവ് പ്രവാചകനായാൽ പോലും ഉമ്മയായില്ല എങ്കിൽ മക്കളെ വേണ്ട രീതിയിൽ കിട്ടില്ല എന്ന ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിൽ ഇംറഅത്ത് നൂഹ് എന്ന വാക്കിലൂടെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാർ നരകത്തിലേക്കാണ് എന്ന് നേരായ വാക്കാണ് ഖുർആന്റെ. അതിന് വേറൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അവർ രണ്ടുപേരും വളരെ വലിയവരായിരുന്നു. ആര്? നൂഹ് നബിയും ലൂത്ത് നബിയും എന്നും ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി പ്രവാചകത്വത്തിൽ ഏറ്റവും പ്രധാനികൾ മുർസലീങ്ങളാണ്. മുർസലീങ്ങളിൽ പിന്നെയും ഏറ്റവും പ്രധാനപ്പെട്ടത് ഉലുൽ അസ്മ് എന്ന് പറയുന്ന 5 പേരാണ്. അതിലെ ആദ്യത്തെ പേരാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ക്രൊണോളജിക്കൽ ഓർഡർ പ്രകാരം 1, 2 ജന്മപ്രകാരം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂഹ് നബിയാണ്. സ്ഥാനം കൊണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അവസാനത്തെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ക്രൊണോളജിക്കൽ ഓർഡറിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേരെയാണ് വിശുദ്ധ ഖുർആൻ ഉലുൽ അസ്മ് എന്ന് വിളിച്ചത്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ. അതിൽപ്പെട്ട ഒരാളാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ റസൂല് കൂടിയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒരുപാട് നബിമാർ, ആദം നബി നബിയാണ്, റസൂലല്ല. ഷീസ് നബിയും ദുൽകിഫ്ലിയും ഒക്കെ നബിമാരാണ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ ആദ്യത്തെ റസൂൽ, എല്ലാ മുർസലീങ്ങളും നബിമാരാണ്, എല്ലാ നബിമാരും മുർസലീങ്ങളല്ല. അതൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ചത് ഇങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി. അതുകൊണ്ട് ആദ്യത്തെ റസൂല് കൂടിയാണ്. നബിമാർ എന്ന് പറഞ്ഞാൽ വേറെയാണ്. എല്ലാവരും റസൂലുമാരല്ല. എന്നാൽ എല്ലാ റസൂലുമാരും എന്താണ്? നബിമാരാണ്. ആദ്യത്തെ റസൂലാണ്. ഒരുപാട് നബിമാർ വരുമ്പോൾ ഒരു ജംഗ്ഷൻ പോലെ വരുന്നതാണ് സത്യത്തിൽ റസൂൽ. ഇസ്ലാമിക ചരിത്ര പ്രകാരം ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇംറഅത്ത് നൂഹ് വംറഅത്ത് ലൂത്ത്. ഈ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനെ ഭാര്യയാണ് വളർത്തിയത് എന്നതുകൊണ്ട്, പ്രിയപ്പെട്ട ഭാര്യ വക്രീകരിച്ചിട്ടാണ് മകനെ വളർത്തിയത് എന്നതുകൊണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിടുത്തത്തിൽ കിട്ടിയില്ല. ഖുർആനാണ്. തഫ്സീറുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം, ഉലമാക്കളോട് ചോദിക്കാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജോലിയോ അതീവ ജാഗ്രതയുള്ള ജോലിയാണ്. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യസ്ദുഹും ദുആഇ ഇല്ലാ ഫിറാറ. രാവും പകലും ഞാൻ ആളുകളെ ദീനിലേക്ക് പ്രബോധനം ചെയ്തു അല്ലാഹുവേ, എന്നിട്ട് അവരിൽ കൂടുതലും എന്നെ കേട്ടില്ല തമ്പുരാനെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഡയലോഗിനെ അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അവസാനം തന്റെ പ്രളയം വന്ന സമയത്ത് കപ്പലിൽ കയറാൻ വേണ്ടി ആളുകളോട് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും കയറിയപ്പോൾ, കുറച്ചാളുകളെങ്കിലും കയറിയപ്പോൾ സ്വന്തം മകൻ പറയുന്ന ഒരു വാക്കുണ്ട്, സആവി, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോളാം, എന്നാലും നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറില്ല എന്ന്. ഇതും ഖുർആനാണ്. നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറില്ല എന്ന് സ്വന്തം പിതാവിനോട് പറയുന്നത് മകനാണ്. അങ്ങനെ അവസാനം അള്ളാഹു പറയുകയാണ്, അവനെ വിട്ടേക്ക് നൂഹേ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, അവനെ വിട്ടേക്ക് നൂഹേ, അവൻ നിങ്ങളിൽപ്പെട്ടവനല്ല. നിങ്ങളുടെ ബയോളജിക്കലി നിങ്ങളുടെ മകനാണ്, ഈ ലോകത്തിൽ നിങ്ങളുടെ മകനാണ് എന്നത് സത്യം. പക്ഷെ ആത്മസരണയിൽ, തെർബിയത്തിന്റെ സരണിയിൽ, തസ്കിയത്തിന്റെ സരണിയിൽ അവൻ നിങ്ങളിൽപ്പെട്ടവനല്ല, അവനെ വിട്ടേക്ക്. വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അങ്ങനെ എന്നേക്കുമായി തന്റെ മകൻ നഷ്ടപ്പെടുന്നത് സങ്കടത്തോടെ നോക്കി നിന്നൊരു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശുദ്ധ ഖുർആൻ ഓതിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുഫസ്സിരീങ്ങൾ എഴുതുന്നത് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉമ്മ വേണ്ട രീതിയിൽ മകനെ ശ്രദ്ധിച്ചില്ല എന്നതാണ്. ആ മാതാവ് ദീനിയായി ജീവിച്ചില്ല എന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ വരുമ്പോൾ ഒരുപാട് വിശ്വാസികളെയും കൊണ്ടല്ല വരിക, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകളെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുക.
ആ പ്രബോധനത്തിൽ തൻ്റെ മകനെ പോലും കിട്ടിയില്ല. കാരണം ഭാര്യ അതിൻ്റെ ഹേതുകമാണ്. ഭാര്യ ഇങ്ങനെ ആയതുകൊണ്ടാണ് മകൻ അങ്ങനെ ആയത് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ഞാനിത് പറയാനുള്ള കാരണം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയാനല്ല, അതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനാണ്. ഇതൊക്കെ ഖുർആൻ പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കാനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ആളുകളായാലും, നിങ്ങൾ എത്ര വലിയ ദീനിൻ്റെ ആൾക്കാരായാലും, നിങ്ങൾ ദീനിൻ്റെ പ്രബോധകരായാലും, നിങ്ങളൊരു പക്ഷേ പ്രവാചകന്മാരായാൽ പോലും സ്വന്തം ഭാര്യമാർ നല്ല പോലെ അല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ തെറിച്ചു പോകുമെന്നതിൻ്റെ ഉദാഹരണം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട രണ്ടാമത്തെ പ്രവാചകനാണ്. ഉലുൽ അസ്മിലെ 5 പേരിൽ 2ാം സ്ഥാനക്കാരൻ, ക്രൊണോളജിക്കലി 2ാം സ്ഥാനക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ്. തന്നെയുമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേരക്കിടാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒരിക്കലും സ്വന്തം മകനെ വേണ്ട രീതിയിൽ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പ്രായം ചെന്നിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂസാറിനെ പോലെ 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ എന്തുണ്ടായത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മകൻ ഉണ്ടാകുന്നത്. ഒരുപാട് പ്രാർത്ഥനക്കൊടുവിലുണ്ടായ കുട്ടിയാണ്. തൻ്റെ കരള് പോലെ സ്നേഹിച്ചു വളർത്തുകയാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരീക്ഷണാർത്ഥം അള്ളാഹു പറയുന്നത് മകനെ കൊണ്ടുപോയി അറുക്കാൻ. ആ അറുക്കൽ നടന്നില്ല. അത് അള്ളാഹുവിനറിയാം അറുക്കൽ നടക്കൂല എന്നുള്ളത്. പക്ഷെ ഇബ്രാഹിം നബിക്ക് അറിയില്ലല്ലോ. അങ്ങനെയാണ് സ്വന്തം ഭാര്യയെയും മകനെയും ആദ്യം അറുക്കാനല്ല പറയുന്നത്, ആദ്യം കൊണ്ടുപോയി ഇടാനാണ്. തന്നിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറയാണ്. അറ്റാച്ച്മെന്റ് വേറെ, ഡിറ്റാച്ച്മെന്റ് വേറെ. അറ്റാച്ച്മെന്റോട് കൂടി ജീവിക്കുമ്പോൾ അവരെ ഡിറ്റാച്ച്ഡ് ആക്കുക എന്നതാണ് ആദ്യത്തെ പരിപാടി. അഥവാ ഇറാഖിന്റെ പ്രദേശത്ത് നിന്ന്, ഇറാഖിലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ഫലസ്തീൻ ഭാഗത്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രതലങ്ങളൊക്കെ. ഇറാഖിന്റെയും ഫലസ്തീന്റെയും ഭാഗമാണ്. ആ ഭാഗത്തു നിന്ന് പോകാൻ പറയുന്നത് ഇജാസിന്റെ ഭാഗത്തേക്കാണ്, മക്കയുടെ ഭാഗത്തേക്കാണ്. വിദൂര സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്വന്തം ഭാര്യയെയും മകനെയും അവിടെ ഇട്ടേച്ചു പോരാൻ വേണ്ടി. ഏത് പ്രായത്തിൽ? മണലാരണ്യത്തിൽ ഇങ്ങനെ കാലിട്ടടിക്കുന്ന പ്രായത്തിൽ, ഓടി നടക്കുന്ന പ്രായത്തിലല്ല. നമ്മുടെയൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ 1 വയസ്സിന് മുമ്പേ സ്വന്തം മകനെ എന്നും ചുംബിക്കുകയും എന്നും ഇങ്ങനെ കൊണ്ടു നടക്കുകയും ആ വൃദ്ധനായ പിതാവിന്റെ ആഗ്രഹങ്ങൾ അങ്ങേയറ്റമാവുകയും അവസാനം അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സ്നേഹിച്ചു പോകുമോ തൻ്റെ മകനെ എന്ന ആശങ്കയോ മറ്റോ എന്താകാം, നമുക്കറിഞ്ഞുകൂടാ. അതിൻ്റെ ഉള്ളിലെ ഹിക്മത്ത് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഇത്രയും പ്രണയിക്കുന്ന തൻ്റെ മകനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇടുക മറ്റൊരു സ്ഥലത്ത് എന്നതാണ്. അങ്ങനെ ആ രാജ്യം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിടുമ്പോൾ ആ സമയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നമുക്ക് ഇന്നും ഹജ്ജ് വീണ്ടും തിരിച്ചു വരുമ്പോൾ, ഹജ്ജ് വീണ്ടും ഓരോ വർഷത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് നമുക്ക് ഓർക്കാനുള്ളതൊക്കെ ഇതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നിടുകയാണ്. ആ സമയത്ത് ഒന്നും പറയാതെ തിരിച്ചു പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കിയിട്ട് ഹാജറ എന്ന് പറയുന്ന പാവം സ്ത്രീ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രിയപ്പെട്ട പത്നി അലൈഹിസ്സലാത്തു വസ്സലാം, അവരിങ്ങനെ മിഴിച്ചു നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇട്ടേച്ചു പോവുകയാണ്. അന്നവിടെ കഅബ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് നിർമ്മാണം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. പിന്നീട് അതിൻ്റെ റീകൺസ്ട്രക്ഷൻ നടത്തുന്ന ഇബ്രാഹിം നബിയാണ്. അപ്പോൾ ആ സമയത്തിൻ്റെ അംശങ്ങളെ അവിടെയുള്ളൂ. അവിടെ അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. ആ പ്രദേശത്ത് ജനവാസങ്ങളില്ല, അവിടെ ടൗണുകളില്ല, അവിടെ ആളുകൾ പോകാറില്ല. കാരണം അവിടെ വെള്ളം കിട്ടാത്തത് കൊണ്ട് അവിടെ ഒരിക്കലും പക്ഷികൾ പറക്കാറില്ല. പക്ഷികൾ പറക്കുന്നത് മുകളിൽ, അടിയിൽ വെള്ളമുള്ള സ്ഥലത്താണ്. വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ പറക്കുക. അപ്പോഴാണ് യാത്രാസംഘങ്ങൾ അതിലൂടെ കടന്നു പോവുക. യാത്രാസംഘങ്ങൾ അതിലൂടെ കടന്നു പോകണമെങ്കിൽ പക്ഷിക്കൂട്ടങ്ങളുണ്ടോ എന്നവർ നോക്കും. അപ്പോൾ അവിടെ വെള്ളമുണ്ട് എന്നാണ് അതിൻ്റെ അടയാളം. അതുകൊണ്ട് ആ ഭാഗത്തിലൂടെ ആരും പോകാറില്ല. കാരണം അവിടെ പക്ഷിക്കൂട്ടങ്ങൾ പറക്കാറില്ല. അങ്ങനെ തീർത്തും അങ്ങനത്തെ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ഇടാൻ വേണ്ടി പറയാം. നിങ്ങൾ എൻ്റെ പ്രസംഗത്തിലേക്കല്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യന് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി അള്ളാഹു തന്നിട്ടുണ്ട്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ ആ രംഗത്തെ കാണലാണ്. വ്യക്തികളെങ്ങനെ മുഖം കാണലൊന്നും വേണ്ട, പക്ഷെ ആ രംഗം, ആ മരുഭൂമി, അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഒരു പ്രസംഗകൻ നല്ലൊരു പ്രസംഗകനാകണമെങ്കിൽ അതിന് ഒരു പ്രത്യേക ബേസിക് നോളജ് അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ വിഷ്വലായി സംസാരിക്കുക എന്നതാണ്.